നമ്മളായാൽ മതി. നമ്മൾ ആർക്ക് വേണ്ടിയിട്ട് മാറണ്ട. ഇത് കേൾക്കുമ്പോഴല്ലോ ഒരുപാട് പേർക്ക് ദേഷ്യം വരും. ഞാനുള്ള സത്യം പറയുന്നതാണ്. അതിനകത്ത് ദേഷ്യം നമ്മളായി സ്നേഹിക്കുന്നവരല്ലേ നമുക്ക് വേണ്ടേ? അല്ലെങ്കിൽ നമ്മളെ യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആക്സെപ്റ്റ് ചെയ്യുന്നവരല്ലേ? ഒരാൾക്ക് വേണ്ടിയിട്ട് നമ്മൾ മാറുക, അയാളുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് നമ്മൾ ചേഞ്ച് വരുത്തുക. അത് ഈ പറഞ്ഞ പോലെ കുഞ്ഞി സിലി ഇഷ്ടങ്ങൾക്കൊക്കെ ഒന്ന് ചെറുതായിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുന്നത് നല്ലതാണ്. പക്ഷേ എൻറ്റയർലി നമ്മൾ അടിമുടി മാറണം. ഒരാൾ ഇഷ്ടപ്പെടുന്ന വസ്ത്രധാരണത്തിൽ തന്നെ നമ്മൾ തുടരണം. അതല്ലെങ്കിൽ ഒരാൾ പറയുന്ന ആൾക്കാരോട് മാത്രമേ നമ്മൾ മിണ്ടാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ആൺകുട്ടിയാണെങ്കിലും ശരി പെൺകുട്ടിയാണെങ്കിലും ശരി, അവിടെ ജെൻഡർ അല്ല. ആ രണ്ട് വ്യക്തിത്വങ്ങൾക്കിടയിൽ രണ്ടു പേരും എങ്ങനെയാണോ അങ്ങനെയാണ് പരസ്പരം ഇഷ്ടപ്പെടേണ്ടത്. ശരിയല്ലേ? അപ്പോൾ നിങ്ങൾക്കിടയിൽ ഉണ്ടാകുന്ന വഴക്കുകൾ പോലും അതുകൊണ്ടല്ലേ അത് ഭയങ്കരമായിട്ട് മാറ്റം വന്നു. അല്ലെങ്കിൽ ഞാൻ പറയുന്നൊന്നും അനുസരിക്കല്ല. ഈ അനുസരണയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നുകൊണ്ടല്ല ഞാൻ പറയുന്നത്. ചില കാര്യങ്ങൾ ചിലപ്പോൾ നമ്മൾ ഈ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും വിട്ടുവീഴ്ച വേണ്ടി വരും, കുറച്ച് അനുസരണയൊക്കെ വേണ്ടി വരും. അതൊക്കെ വേണ്ടി വരും പരസ്പരം, ഒരാൾ മാത്രമല്ല രണ്ടുപേരും. പക്ഷേ മാറ്റങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ എങ്ങനെ ജനിച്ചു വളർന്നോ, നമ്മളെങ്ങനെ വളർത്തപ്പെട്ടോ അതിനൊക്കെ അനുസരിച്ച് നമ്മുടെ ഉള്ളിലൊരു സ്വഭാവം ഉണ്ടല്ലേ, നമ്മുടെ വായന, നമ്മുടെ അറിവൊക്കെ വെച്ചിട്ട് ഇതിനൊക്കെ മാറ്റാൻ വലിയ പാടാണ്.